ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകാണ്ട് ആൾ പുറത്തിറങ്ങിയ പാടെ തന്നെ ഭയങ്കര കുറുമ്പിലാണ്. ഫസ്റ്റ് വന്ന് ഫ്രണ്ടിലിരിക്കണം, പിന്നെ വന്ന് ബാക്കിലിരിക്കണം, പിന്നെയും വന്ന് ഫ്രണ്ടിലിരിക്കണം. അപ്പോൾ അവൻ്റെ കുറുമ്പൊക്കെ കാട്ടിയിട്ട് നമ്മളിതാ പുറത്ത് പോവാണ്. ബേബി വർക്ക് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബേബി നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. സോ ഈ സെഡ് യെസ്. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോഫി കുടിച്ച് തിരിച്ച് വരാമെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങോട്ടേലും കൊണ്ടുപോകുമോ എന്തോന്നും അറിയില്ല. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, പിന്നെ ഹാപ്പിയാണ്. എനിക്ക് ബേബീൻ്റെ കൂടെ അടുത്തായാലും എങ്ങോട്ടേലും പോകുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ വീട്ടിലായിക്കോട്ടെ ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് യാത്രകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും ലോങ്ങൊന്നും പോകാറില്ല. യാത്രകൾ വളരെ കുറവാണ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള റൈഡ് പോകാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ബീച്ചാണ്, ഒട്ടുംപുറം ബീച്ചാണ്, താനൂർ. അപ്പോൾ നാളവിടെ എത്തിയ പാടന്നെ ഇതാണ് കണ്ടത്, ഉപ്പിലിട്ടത്. അപ്പോൾ ബേബിൻ്റെ ഫേവറേറ്റാണ് ആ സൈഡ്. അപ്പം മോന് ഈ പൂച്ചനായിട്ട് നോക്കുന്നത്, അവിടെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായതുകൊണ്ട് ആളുകളും റൈഡ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നിലാവൊക്കെയുള്ള രാത്രിയാണ്. മഴ പെയ്യുമെന്നറിയില്ല, മിന്നറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൈപ്പിന് ആദ്യം ചെറിയൊരു പേടി ഉണ്ടായെന്ന് തോന്നുന്നു. ബേബിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പൈപ്പിന് ഇറക്കാൻ. പക്ഷെ ആൾ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ സെറ്റായി. അതുകൊണ്ടപ്പോൾ എനിക്ക് ബുദ്ധി, ഞാൻ വേഗം ചെരുപ്പ് വെച്ച് വേഗം വെള്ളത്തേക്ക് ഇറങ്ങി. ഞാൻ പൊതുവെ ബീച്ചിലങ്ങനെ കളിക്കാറില്ല, ഒരു സൈഡിൽ കയറി നിൽക്കാറ് പതിവ്. പക്ഷേ ഇവരെ കളി കണ്ടപ്പോൾ എനിക്കും കളിക്കാൻ ബുദ്ധിയായി. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഐബുവിൻ്റെ കൊടുത്തിട്ട് കുറച്ച് കളിച്ചപ്പോൾ ഞാനതൊക്കെ എൻജോയ് ചെയ്യാമായിരുന്നു. ഐബു ഭയങ്കരമായിട്ട് അതിൽ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ചാടി കളിക്കുക, ഓടി കളിക്കുക ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഇതാണ് സ്വർഗം എന്നൊക്കെ തോന്നില്ല, ആ ഒരു മൊമെൻ്റൊക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ബേബി ഐബും ഒരുമിച്ചുള്ള ആ മൊമെൻ്റൊക്കെ. എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്നത് അതൊക്കെയാണ്. ആ ടൈമിൽ എനിക്ക് വേറെ ഒന്നും മൈൻഡിൽ വരിക, ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈമാണ്. ബേബിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു രാത്രിയിൽ ഇവിടെ വന്ന ആളുകളുണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇട്ടായതുകൊണ്ട് കാണുന്നില്ലായിരുന്നു. എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തിട്ടൊക്കെയായിരുന്നു കളിച്ചിരുന്നതൊക്കെ, വെള്ളത്തിൽ കളിച്ചിരുന്നതും സൈഡിലിരുന്നതും ഒക്കെ. അപ്പം നമ്മൾ അതുപോലെ ഫ്ലാഷൊക്കെ ഓൺ ചെയ്തിട്ടാട്ടോ വെള്ളത്തിൽ കളിക്കുന്നത്. ഭയങ്കര തിലമാരുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാൻ ബീച്ചിലേക്ക് വരുന്നതും. ഐബുവിനും അതേ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്താലൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കും. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. മോൻ ഭയങ്കര കളിയിലാട്ടോ. അവൻ തിരിച്ച് കയറാനുള്ള ഉദ്ദേശമില്ല എന്ന് തോന്നുന്നുണ്ട്. 2-3 തവണ ബേബി അവനെ കയറ്റാൻ നോക്കി, പക്ഷെ ആൾ തിരിച്ചങ്ങോട്ട് തന്നെ ഇറങ്ങി പോകാനായിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. വെള്ളത്തിൽ എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പോവാണ്. അവനിക്ക് എന്താ ഈ ബീച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ ഒന്നും നടക്കാറില്ല. പിന്നെ അതിന് പറ്റിയ കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ. പിന്നെ ഐബുവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സൈഡിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോയി. ആൾക്ക് വെള്ളം കാണുമ്പോൾ കയറാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെ തിരക്ക് കൂടിയിട്ടൊക്കെ ആൾ വീണ്ടും ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം 10 മണി ആയിട്ടുണ്ട്, എന്നാലും ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അബ്ബയും മോനും വീണ്ടും കളിക്കുകയാണ്. പക്ഷെ ഞാൻ സൈഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനവർ കളിക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതൊരു രസമാണ് കേട്ടോ. ലാസ്റ്റ് അബ്ബ പിടിച്ച് വലിച്ചിട്ട് കയറ്റിയിട്ടുണ്ട് വെള്ളത്തിന്ന്. അപ്പോൾ പിന്നെ കുറച്ച് ദൂരം അങ്ങനെ അബ്ബയും മോനും കൂടി നടന്ന്. അപ്പോൾ പിന്നെ ആൾ തിരിച്ച് പോയില്ല, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ആൾക്ക്. അപ്പം നമ്മളങ്ങനെ ബീച്ചിൽ കുറേ നേരം ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആൾ നമ്മൾ റൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ
ഈദായുടെ എൻ്റെ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളങ്ങോട്ട് ഓടി പോകാണ്ട്, പക്ഷെ ആൾക്ക് കയറിയാൻ പറ്റി ഒന്നും അവിടെ ഇല്ല എന്ന്. അവനാകെ 2 വയസ്സല്ലായിട്ടുള്ള ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാനും കൂടെ കയറേണ്ടി വരും. എനിക്കാണെങ്കിലും ഇതൊന്നും പറ്റിയില്ല, ഭയങ്കരമായിട്ട് ഒട്ടും പറ്റാത്ത റൈഡാണ് ഇതൊക്കെ. അപ്പോൾ കയറാൻ പറ്റില്ല, പക്ഷെ ആൾക്ക് കയറില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ കുട്ടികൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ബേബിൻ്റെ ഫേവറേറ്റാണിത്. അപ്പോൾ ഐബുവിനും കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. മാങ്ങ, അപ്പോൾ അവന് മാങ്ങ, അബ്ബിയും മോനും മാങ്ങ കഴിക്കുന്നുണ്ട്. ഞാനൊരു കോഫിയാണ് മേടിച്ചത്. നമുക്ക് പിന്നെ എവിടെ പോയാലും കോഫി മസ്റ്റാണല്ലോ. അപ്പം ഞാനിങ്ങനെ കോഫി കുടിച്ചു. മോനിക്ക് വീണ്ടും മാങ്ങ വേണമെന്ന് പറയുന്നത്, അത് ഒറ്റയ്ക്ക് ഒരു പീസ് തന്നെ വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളത് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോനെ ഉപ്പിലിട്ട മാങ്ങ കഴിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ആൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ മുറിച്ചിട്ടൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. ആൾക്കങ്ങനെ പൊതുവെ ഒന്നും കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇതെന്തോ ഇഷ്ടമായിരിക്കും തോന്നുന്നു. അപ്പം ഞാനിതൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ പിന്നെ കോഫിയാണല്ലോ കുടിക്കുക. അപ്പോൾ ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫോൺ നോക്കുന്നത്. എൻ്റെ ഫോൺ എവിടെയും മിസ്സായി. ഞാനൊരു ഐഡിയ ഇല്ല, ഞാൻ ബേബിൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു. ബട്ട് ഞാൻ കൊടുത്തോ ഇല്ലേ, ബീച്ചിൽ പോയോ, അത് ആരെങ്കിലും എടുത്തോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ അവിടേക്ക് നോക്കിയിട്ടുണ്ട് ആവശ്യം, പക്ഷേ എവിടെയും കാണാൻ പറ്റിയില്ല. കുറേയൊക്കെ നോക്കി, പിന്നെ രാത്രിയാണ്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടുത്തെ ഷോപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ്രോയിഡ് ഫോണാണ്, സിമ്മൊക്കെ ഉണ്ട് അതിൽ. അതുപോലെ തന്നെ നമ്മൾ ലോക്കൊന്നുമല്ല, എന്നാലും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണാണത്. അപ്പോൾ അത് പോയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. പക്ഷെ ഇന്നത്തെ ഡേ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഫോണും പോയപ്പോൾ ഭയങ്കര സങ്കടം. സിമ്മും ഫോണും ഒക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണാണ്, അത് പോയി. ഫോൺ തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല, നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.